ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില ബിബിൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പ്രീവിയസ് ഇയേഴ്സ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ്. അതായത് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫിസിയോളജി ആൻഡ് അനാട്ടമിയാണ് അല്ലേ. നിങ്ങളെല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തോ? അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയയും അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും എല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണുക. ഇനി അപ്ലൈ ചെയ്യാൻ വൈകരുത്. കാരണം ഡിസംബർ 20-ാം തീയതിയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അപ്ലൈ ചെയ്തവർ ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പഠിച്ചു തുടങ്ങിയിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പഠിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾ പഠനം ആരംഭിച്ചത്? ഫിസിയോളജി ആൻഡ് അനാട്ടമി എന്ന് പറയുന്നത് ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷനാണ് അല്ലേ. വളരെ ജനറൽ ആയിട്ടുള്ള PSCക്ക് അപ്ലൈ ചെയ്യുന്നവരെല്ലാം ഒരു ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എല്ലാം മൂവ് ചെയ്യും. പക്ഷേ ആ ഒരു ഡെപ്തിൽ നമ്മൾ ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പഠിച്ചാൽ മതിയോ? നമുക്ക് നോക്കിയാലോ ആ ഗ്രേഡിലാണോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്ന്. അപ്പോൾ ലാസ്റ്റ് ഇയർ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിന് മുമ്പ് നടന്ന കുറച്ച് എക്സാംസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏത് ലെവലിൽ പഠിക്കണം, അല്ലെങ്കിൽ ഏത് ഒരു +2 ലെവലിൽ പഠിച്ചാൽ മതിയോ, ഒരു ഡിഗ്രി ലെവലിൽ പഠിച്ചാൽ മതിയോ എന്ന് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫങ്ഷൻ ഓഫ് ഡാഷ് ഈസ് ടു ട്രാൻസ്പോർട്ട് ബ്ലഡ് അണ്ടർ ഹൈ പ്രഷർ ടു ദ ടിഷ്യൂ. ദ ഫങ്ഷൻ ഓഫ് ദി ഡാഷ് ഈസ് ടു ട്രാൻസ്പോർട്ട് ബ്ലഡ് അണ്ടർ ഹൈ പ്രഷർ ടു ദ ടിഷ്യൂസ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ആർട്ടറീസ്, വെയിൻസ്, ബോത്ത് A and B and none. അല്ലെ, ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 വെസൽസിലൂടെയാണ്, 3 ബ്ലഡ് വെസൽസിലൂടെയാണ്. ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതെല്ലാമാണ്? ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, ക്യാപ്പിലറീസ് ഉണ്ട്. ഈ 3 എണ്ണത്തിലൂടെയും പാസ് ചെയ്യുന്നത് 3 ടൈപ്പിലുള്ള ബ്ലഡാണ് ആണല്ലോ. ഇതിൻ്റെ ഓരോ ബ്ലഡ് വെസൽസിനും അതിൻ്റെ ഓരോ പ്രത്യേകത അനുസരിച്ച്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബ്ലഡിൻ്റെ അനുസരിച്ച്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫ്ലൂയിഡിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ തിക്നെസ്സിലും അതിൻ്റെ ഒരു അനാട്ടമിയിലും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 ബ്ലഡ് വെസൽസിൽ ഏത് ബ്ലഡ് വെസൽസിലൂടെയാണ്? നമുക്ക് ക്യാപ്പിലറീസിനെ തൽക്കാലം ഒഴിവാക്കാം. കാരണം എന്ന് വെച്ചാൽ അതൊരു മൈന്യൂട്ട്, അല്ലെങ്കിൽ അതൊരു നെറ്റ്വർക്കാണ്, ചെറിയ ബ്രാഞ്ചുകൾ പോലുള്ളവയാണ്. അതുകൊണ്ട് ഒരിക്കലും ആർട്ടറിയോടോ ഇല്ലെങ്കിൽ വെയിൻസിനോടോ ഒരിക്കലും നമുക്ക് ആ ബ്ലഡ് ഫ്ലോയെ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ക്യാപ്പിലറീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആർട്ടറീസ്, വെയിൻസ് എടുക്കാം. ഈ 2 ബ്ലഡ് വെസൽസിലെ ഏത് ബ്ലഡ് വെസൽസിലൂടെയാണ് നല്ല ഹൈ പ്രഷറിൽ ബ്ലഡ് പാസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ആർട്ടറീസ്, വെയിൻസ്, ബോത്ത് A and B. ഏതിലാണ്? നിങ്ങൾക്കറിയാമോ? അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർട്ടറീസിലൂടെയാണ് അല്ലേ. എപ്പോഴും ആർട്ടറീസിലൂടെയായിരിക്കും ബ്ലഡ് എന്ത് ചെയ്യാം? ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യാം. അതിൻ്റെ കാര്യവുമുണ്ട്. എന്താണ് കാരണം എന്നറിയാമോ? സാധാരണ ആർട്ടറീസിൻ്റെ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് വെയിൻ്റെ ബ്ലഡ് വെസൽസിനേക്കാളും, അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്ന ബ്ലഡ് വെസൽസിനേക്കാളും എന്തെങ്ങനെയായിരിക്കും? ആർട്ടറീസിൻ്റെ ബ്ലഡ് വെസൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർട്ടറീസിൻ്റെ വാൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിൻസിനേക്കാളും കുറച്ചുകൂടി വലുതായിരിക്കും. മാത്രമല്ല ആർട്ടറീസ് ആണ് ഹാർട്ടിൽ നിന്നും പുറപ്പെടുന്ന ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെ നമ്മൾ ആർട്ടറീസിനെ ഡിഫൈൻ ചെയ്യാം? ഓൾ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹാർട്ടിൽ നിന്നും ആരംഭിക്കുന്ന എല്ലാ ബ്ലഡ് വെസലുകളെയും നമ്മൾ എന്തെന്ന് വിളിക്കും? ആർട്ടറീസ് എന്ന് വിളിക്കും അല്ലേ. ഈ പോകുന്ന ഓരോ ആർട്ടറീസിനും ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് ഫംഗ്ഷൻ? ശരീരത്തിൻ്റെ എല്ലാ റീജിയൻസിലും, ഏതെങ്കിലും ഒരു റീജിയനിൽ മാത്രം എത്തിച്ചാൽ മതിയോ? പോരാ. അതായത് നമ്മുടെ അടി തൊട്ട് മുടി വരെയുള്ള എല്ലാ സെൽസിലും, എല്ലാ ഓർഗൻസിലും, എല്ലാ ടിഷ്യൂസിലും എന്തെത്തിക്കണം? ബ്ലഡ് എത്തിക്കണം. ഒരു നോർമൽ പേസിൽ പോയി കഴിഞ്ഞാൽ, ഒരു നോർമൽ പ്രഷറിൽ പോയി കഴിഞ്ഞാൽ ഈ ബ്ലഡ് എല്ലായിടത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിയുമോ? ഇല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല ഹൈ പ്രഷറിൽ മൂവ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ എല്ലാ ബോഡി പാർട്സിലും ഒരുപോലെ എന്തെത്തിച്ചേരുകയുള്ളൂ? ബ്ലഡ് എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആർട്ടറീസിലൂടെ പോകുന്ന ബ്ലഡ്, അല്ലെങ്കിൽ ആർട്ടറീസിലൂടെ കടന്നു പോകുന്ന ബ്ലഡിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വെയിൻസിലൂടെ കടന്നു പോകുന്ന ബ്ലഡിൻ്റെ പ്രഷറിനേക്കാളും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഏത് ബ്ലഡ് വെസൽസിലൂടെയാണ് ഹൈ പ്രഷർ ബ്ലഡ് പാസ് ചെയ്യുന്നത്? അത് ആർട്ടറീസിലൂടെയാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ദ ഫങ്ഷൻ ഓഫ് ദി ഡാഷ് ഈസ് ടു എക്സ്ചേഞ്ച് ഫ്ലൂയിഡ്, nutrients, electrolyte, hormones and other substance between the blood and interstitial fluid. Interstitial fluidനും ബ്ലഡിനും ഇടയിലായിട്ട്, അല്ലെങ്കിൽ അവരിലൂടെ, അല്ലെങ്കിൽ ആ 2 ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്നും ബ്ലഡിൽ നിന്നുമുള്ള എക്സ്ചേഞ്ച്,
ആരുടെയൊക്കെ എക്സ്ചേഞ്ച്? ഫ്ലൂയിഡ് ആവാം, ന്യൂട്രിയൻസ് ആവാം, ഇലക്ട്രോലൈറ്റ്സ് ആവാം, ഹോർമോൺസ് ആവാം, സബ്സ്റ്റൻസിൻ്റെ ആവാം. ആ നടക്കുന്നത് ഏത് ബ്ലഡ് വെസൽസിലോട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആരുടെ റോളാണ്, അല്ലെങ്കിൽ ആര് വഴിയാണ് ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലൂടെയുള്ള ഈ ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ ആരാണ് ഫ്ലൂയിഡ്സിനെയും ന്യൂട്രിയൻസിനെയും ഇലക്ട്രോലൈറ്റ്സിനെയും എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? കാപ്പിലറീസ്, ആർട്ടീരിയോൾസ്, വെയിൻസ് ആൻഡ് നെർവ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? കാപ്പിലറീസ് ആണ് അല്ലെ? കാപ്പിലറീസ് ആണ് എ സ്മോൾ നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ്. അവരാണ് ശരിക്കും എന്ത് ചെയ്യുക? ബ്ലഡിനും ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനും ഇടയിലുള്ള സ്പേസിലൂടെ എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? അല്ലെങ്കിൽ അവർ തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ഈ പറഞ്ഞ ഫ്ലൂയിഡ് ആകട്ടെ, ന്യൂട്രിയൻസ് ആകട്ടെ, ഇലക്ട്രോലൈറ്റ്സ് ആകട്ടെ, ഹോർമോൺസ് ആകട്ടെ, മറ്റുള്ള സബ്സ്റ്റൻസിനെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് കാപ്പിലറീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വിസ്കോസിറ്റി ഓഫ് നോർമൽ ബ്ലഡ് ഈസ് അബൌട്ട് ഡാഷ് ടൈംസ് ആസ് ഗ്രേറ്റ് ആസ് ദ വിസ്കോസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ വിസ്കോസിറ്റിയേക്കാളും എത്ര മടങ്ങ് കൂടുതലാണ് നമ്മുടെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി? അല്ലേ? നമ്മൾ വാട്ടർ ഒരു കയ്യിലും ബ്ലഡ് ഒരു കയ്യിലും എടുക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ വിസ്കോസിറ്റി ഒരുപോലെയാണോ? ഇല്ലെങ്കിൽ ഒരുപോലെയാണോ? അവ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുക? അല്ല, എത്ര ഡിഫറൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു നോർമൽ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 3 times ഹയർ ദാൻ ദാറ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. ഒരു വാട്ടറിൻ്റെ വിസ്കോസിറ്റിയേക്കാളും 3 times ഹയർ ആയിരിക്കും എന്തിൻ്റെ വിസ്കോസിറ്റി? ബ്ലഡിൻ്റെ വിസ്കോസിറ്റി. അല്ലേ? നമുക്ക് ബ്ലഡ് കയ്യിൽ വീണ് കഴിഞ്ഞാലും ആ ഫ്ലൂയിഡിറ്റി നമുക്ക് അറിയാൻ പറ്റും അല്ലേ? വെള്ളം വീണ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അങ്ങ് ഒഴുകി പോകും. പക്ഷെ ബ്ലഡ് അങ്ങനെയാണോ? കുറച്ചും കൂടി തിക്കാണ്. എത്ര ടൈംസ് തിക്കാണ്? ഒരു 3 times തിക്കായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. During the deep respiration, the heart rate increased and decreased with each respiratory cycle by as much as. എന്ന് വെച്ചാൽ ഒരു റെസ്പിറേറ്ററി സൈക്കിൾ എന്ന് വെച്ചാൽ അതിനകത്ത് 2 പ്രോസസ്സ് ഉണ്ട്. ഒരു ഇൻസ്പിരേഷനുമുണ്ട്, എക്സ്പിരേഷനുമുണ്ട് അല്ലേ? ഈ 2 പ്രോസസ്സും കൂടെ കൂടി ചേരുമ്പോഴാണ് റെസ്പിറേറ്ററി സൈക്കിൾ കംപ്ലീറ്റ് ആവുക. ഒരു ഡീപ്പ് റെസ്പിറേഷൻ്റെ സമയത്ത് ഈ റെസ്പിറേറ്ററി സൈക്കിളിൻ്റെ 2 പ്രോസസ്സിനും 2 എഫക്ട്സ് ആണുള്ളത് അല്ലേ? ഒരു ഡീപ്പ് റെസ്പിറേഷൻ സമയത്ത് ഇൻസ്പിരേഷൻ്റെ റേറ്റ് കൂടുതലും ഇൻസ്പിരേഷൻ്റെ റേറ്റ് കൂടുതലും എക്സ്പയർ ചെയ്യുന്ന വോളിയത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കുറവുമായിരിക്കും. അതിനനുസരിച്ച് എന്തിൻ്റെ റേറ്റിലും വ്യത്യാസം വരും? ഹേർട്ട് റേറ്റിലും ഒരു ചെറിയ വേരിയേഷൻ വരും. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? അതായത് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഡീപ്പ് റെസ്പിറേഷൻ, അപ്പോൾ ഒരു ഡീപ്പ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഡീപ്പ് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഡീപ്പ് റെസ്പിറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇൻസ്പിരേഷനും വരും, എക്സ്പിരേഷനും വരും. ഇങ്ങനെ 2 പ്രോസസ്സുകളുണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ ആ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഡീപ്പ് റെസ്പിറേഷനിൽ ഹാർട്ട് റേറ്റിനകത്ത് ഇവിടേക്ക് എന്താണ് എഫക്റ്റ് വരിക എന്ന് വെച്ചാൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് കൂടുകയും എക്സ്പിരേഷൻ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. ക്ലിയർ ആയോ പറഞ്ഞത്? അത് എത്ര അല്ലെങ്കിൽ എത്ര മാത്രമാണ് അത് ഒരു ഹാർട്ട് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അതായത് ഹാർട്ട് ബീറ്റും ഈ ഇൻസ്പിരേഷനും റെസ്പിറേഷനും തമ്മിലുള്ള പിന്നെ റെസ്പിറേറ്ററി സൈക്കിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. ഒരു ഡീപ്പ് റെസ്പിറേഷൻ സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിന് എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമുക്കറിയാം ഒരു നല്ല രീതിയിലുള്ള റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ധാരാളം വായു നമ്മുടെ ഉള്ളിലോട്ട് എത്തും അല്ലേ? ഒരു ഡീപ്പ് റെസ്പിറേഷൻ നടക്കാന്ന് വെച്ചാൽ മാക്സിമം എയർ നമ്മുടെ ലങ്സ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലങ്സിൽ ശരിക്കും റെസ്പിറേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഓക്സിജനെ എത്തിക്കണമെങ്കിൽ എന്തിനും? കാരണം നമ്മൾ ആൽവിയോളയിൽ എത്തുന്ന ഓക്സിജൻ അവിടെ തന്നെയാണോ നിൽക്കുന്നത്? അല്ല, അത് എവിടെ എത്തിച്ചേരണം? വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാർട്ടിൽ എത്തിച്ചേരണം. എന്നാൽ മാത്രമാണ് ഹാർട്ട് വഴി ആ ഓക്സിജൻ എവിടെ എത്തിച്ചേരുകയുള്ളൂ? നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് റീജിയൻസിൽ എത്തിച്ചേരുകയുള്ളൂ. ആണല്ലോ? ആണ്. അപ്പോൾ എത്ര ശതമാനമാണ് അത് ഹാർട്ട് റേറ്റിനെ ഒരു റെസ്പിറേഷൻ സൈക്കിളിൽ ഒരു ഡീപ്പ് റെസ്പിറേഷൻ സമയത്ത് ഹാർട്ട് റേറ്റിനെ എത്രമാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50%, 56%, 30%, 10%. ഒരു 30% ആണ് ഇതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായോ എന്നെനിക്ക് സംശയമുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് എത്ര ഓർത്തിരുന്നുള്ള ഒരു റെസ്പിറേറ്ററി സൈക്കിൾ എന്ന് പറയുന്നത് ഇൻസ്പിരേഷനും വരും, റെസ്പിറേഷനും വരും. ഒരു ഡീപ്പ് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ഇൻസ്പിരേറ്ററി റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും എക്സ്പിരേറ്ററി റേറ്റിനേക്കാളും. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന മാക്സിമം എയറും അല്ലെങ്കിൽ മാക്സിമം ഓക്സിജനും നമ്മുടെ ആൽവിയോളയിൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. ആ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന എയർ എന്ത് ചെയ്യണം? ഓക്സിജൻ എന്ത് ചെയ്യണം? നമ്മുടെ ഡിഫറെൻറ്റ് സെൽ പാർട്സുകളിൽ എത്തിച്ചേരണം. ആര് വഴി മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ?
നമ്മുടെ ഹേർട്ട് വഴി മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഡ്യൂറിങ് ഡീപ്പ് റെസ്പിറേഷൻ സമയത്ത് എന്തിൻ്റെ റേറ്റ് കൂടും? ഹേർട്ട് റേറ്റ് കൂടണം. ഹേർട്ട് റേറ്റ് കൂടിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക? ഈ മാക്സിമം ഓക്സിജനെയും നമ്മുടെ മാക്സിമം സെല്ലുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് എത്ര ശതമാനമാണ് ആ ഇൻക്രീസ് റേറ്റ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യും? ഹേർട്ട് റേറ്റ് എന്ന് പറയുന്നത് 50% ഇൻക്രീസ് ചെയ്യും. ഡ്യൂറിങ് എ ഡീപ്പ് റെസ്പിറേഷൻ the heart rate increased and decreased with each respiratory cycle as much as ഒരു നോർമൽ സ്റ്റേറ്റിനേക്കാളും ഡീപ്പ് റെസ്പിറേഷൻ്റെ സമയത്ത് ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എത്ര കൂടും? ഒരു 30% കൂടും. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ റീസൺ വൈ ദ SA node ആക്ട് ആസ് എ ഹാർട്ട്സ് പേസ് മേക്കർ. അല്ലേ? ഇത് കണ്ടക്റ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കണ്ടക്റ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഹാർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എവിടെ നിന്നാണ് ഹാർട്ടിൻ്റെ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്കറിയാം ഹാർട്ട് ബീറ്റ് ആരംഭിക്കുന്നത് SA നോഡിൽ നിന്നാണ്. ആണല്ലോ? ആണ്. എവിടെ SA നോഡ് ഉണ്ടാവുക? ഇതൊരു ഹാർട്ടാണെങ്കിൽ ഇത് ഓറിക്കിള്, ഇത് വെൻട്രിക്കിള് അല്ലേ? ആ ഓറിക്കിളിൻ്റെ റൈറ്റ് അപ്പർ സൈഡിലാണ് എന്തുണ്ടാവുക? SA നോഡ് ഉണ്ടാവുക. ഈ SA നോഡിൽ വെച്ചിട്ടാണ് എന്താരംഭിക്കുന്നത്? ഹാർട്ട് ബീറ്റ് ആരംഭിക്കുന്നത്. ഈ ഇവിടുന്ന് ആരംഭിക്കുന്ന ഹാർട്ട് ബീറ്റ് തൊട്ടടുത്തുള്ള ആ റൈറ്റ് ഏട്രിയത്തിൻ്റെ ലോവർ സൈഡിലുള്ള എവിടെ എത്തിച്ചേരും? AV നോഡിൽ എത്തിച്ചേരും. ഈ AV നോഡ് വെൻട്രിക്കിളിൽ എത്തുന്നതിന് മുമ്പ് എത്രയായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഇതാണ് വെൻട്രിക്കിൾ. ഈ വെൻട്രിക്കിളിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് എത്രയായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും? 2ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും അല്ലേ? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? AV ബണ്ടിൽ എന്നോ ബണ്ടിൽ ഓഫ് ഹിസ് എന്നോ വിളിക്കും. ഇതാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കും. ഈ ബണ്ടിൽ ഓഫ് ഹിസ് 2 വെൻട്രിക്കിളിലോട്ടും എത്തിച്ചേരും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് വഴി. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ത് വഴി? ബണ്ടിൽ ഓഫ് ഹിസ് വഴി എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേരുന്ന ഈ വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും? ഈ ബണ്ടിൽ ഓഫ് ഹിസ് പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആ വെൻട്രിക്കിൾസിൻ്റെ എൻ്റർ വാൾസ് സ്പ്രെഡ് ചെയ്യും. എന്ത് വഴി? പാർക്കിൻജി ഫൈബേഴ്സ് ആയിട്ട്. എന്തായിട്ടാ ചെയ്യുക? പാർക്കിൻജി ഫൈബേഴ്സ് ആയിട്ട് എത്തിച്ചേരും. ഇതാണ് ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ എവിടുന്നാണ് തുടങ്ങുന്നത്? SA നോഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ SA നോഡ് എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞത്? സെൽഫ് എക്സൈറ്റേറ്ററി ആണ്. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഹാർട്ടിൻ്റെ പ്രത്യേകതയാണ് ഒരു മയോജനിക് ഹാർട്ട് എന്നുള്ളത് അല്ലേ? നമ്മുടെ ഹാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മയോജനിക് ഹാർട്ടാണ്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈസിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ എന്ത് ജനറേറ്റ് ചെയ്യാൻ? ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ. ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഹാർട്ട് ബീറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്തിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക? SA നോഡ് എന്ന് പറയാം. ഇവിടെ ഒരു സെൽഫ് എക്സൈറ്റേറ്ററി, അതുകൊണ്ട് നമ്മൾ അതിന് എന്തൊരു പേരും കൂടെ വിളിക്കാം? പേസ് മേക്കർ എന്നുകൂടി വിളിക്കാം. അപ്പോൾ അവിടുന്ന് 2 ആൻസർ നമുക്ക് കിട്ടി. വിച്ച് ഈസ് ദ ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? പേസ് മേക്കർ എന്നറിയപ്പെടുന്ന റീജിയനും ഏതാണ്? പേസ് മേക്കർ എന്നറിയപ്പെടുന്ന സ്ഥലവും ഹാർട്ട് ബീറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്ഥലവും ഏതാണ്? അത് SA നോഡാണ്. ഈ SA നോഡിൽ നിന്നും ഈ ഹാർട്ട് ഇമ്പൾസ് എവിടെ എത്തിച്ചേരും? AV നോഡിൽ എത്തിച്ചേരും, ഇല്ലെങ്കിൽ ഏട്രിയാർ വെൻട്രിക്കുലർ നോഡിൽ എത്തിച്ചേരും. ഈ AV നോഡ് എങ്ങോട്ട് എത്തിച്ചേരും? AV ബണ്ടിൽസിലോട്ടോ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ്സിലോ എത്തിച്ചേരും. ബണ്ടിൽ ഓഫ് ഹിസ്സിൽ എത്തിച്ചേരും. ബണ്ടിൽ ഓഫ് ഹിസ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസും റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസും. അങ്ങനെ രണ്ട് ബണ്ടിൽ ഓഫ് ഹിസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഈ 2 ഇതും അല്ലെങ്കിൽ 2 ബ്രാഞ്ചസും വെൻട്രിക്കിളിൽ എത്തുമ്പോൾ അതെന്തായിട്ട് സ്പ്രെഡ് ആകും? പാർക്കിൻജി ഫൈബേഴ്സ് ആയിട്ട്, ചെറിയ ചെറിയ പാർക്കിൻജി ഫൈബേഴ്സ് ആയിട്ട് മാറി എന്ത് ചെയ്യും? എൻ്റയർ ഹാർട്ടിൻ്റെ വാൾസുകളിലും എത്തിച്ചേരും. ഇങ്ങനെയാണ് ഒരു ഹാർട്ട് ബീറ്റ് തുടങ്ങി അവസാനിക്കുന്നത് അല്ലേ? എവിടുന്നാണ് തുടങ്ങുന്നത്? SA നോഡിൽ നിന്ന് തുടങ്ങി AV നോഡിലെത്തി ബണ്ടിൽ ഓഫ് ഹിസിലൂടെ
2 വെൻട്രിക്കിൾസിൻ്റെ അകത്തും എത്തി. ആ എല്ലാ വെൻട്രിക്കിൾസിൻ്റെയും റീജിയൻസിൽ എത്തിച്ചേരുന്ന ഏത് വഴിയാണ്? പർക്കിൻജി ഫൈബേഴ്സ് വഴിയാണ്. ഈ പാത്ത് വേ ഓർമ്മയുണ്ടാവണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തുകൊണ്ടാണ് SA നോഡ് പേസ് മേക്കർ എന്നറിയപ്പെടാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. ബിക്കോസ് ഇറ്റ് ഹാസ് എ പ്യുവർ കോളിനർജിക് ഇൻവേർഷൻസ്. The second one, because it has a rich sympathetic innervations. Option C, because of its capability of generating impulse. Option D, because it generates impulses at highest rate. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം തന്നെ ഒരു SA നോഡിനെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മാപ്റ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു പേസ് മേക്കർ ആയിട്ട് SA നോഡിനെ സംബന്ധിച്ച് ശരിയാണ്. പക്ഷേ ആ SA നോഡിനെ ഒരു പേസ് മേക്കർ ആകണമെങ്കിൽ അതുമായിട്ട് യോജിച്ച് അല്ലെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാരണം വേണം അല്ലെ. ആ കാരണം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബിക്കോസ് ഇറ്റ് ജനറേറ്റ് ഇമ്പൾസസ് അറ്റ് ഹയസ്റ്റ് റേറ്റ്. ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് SA നോഡിനെ എന്താന്ന് വിളിക്കാൻ കാരണം? നമ്മുടെ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം. എന്തായിരുന്നു കാരണം? ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം എന്തായിരുന്നു? ആ ഇമ്പൾസസിന് അല്ലെങ്കിൽ SA നോഡിന് ഒരേ സമയം മൾട്ടിപ്പിൾ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഹാർട്ടിനെ അല്ലെങ്കിൽ SA നോഡിനെ എന്തെന്ന് വിളിക്കാൻ കാരണം? പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫൻ ഡിലേസ് ഓർ ബ്ലോക്സ് കണ്ടക്ഷൻ ഫ്രം ഏട്രിയ ടു ദ വെൻട്രിക്കിൾ. നമ്മൾ പറഞ്ഞതാണ്, ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ, കണ്ടക്ടിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡാഷ് ഓഫ് ആൻഡ് ഡിലേസ് ദ ബ്ലോക്ക് ഓർ കണ്ടക്ഷൻ ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾസ്. അതായത് ഓറിക്കിളിൽ നിന്നും വെൻട്രിക്കിൾസിലോട്ട്, ഓറിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ചേമ്പേഴ്സ് ആണ് ഓറിക്കിൾസ്, ലോവർ ചേമ്പർ ആണ് വെൻട്രിക്കിൾസ്. ഓറിക്കിൾസിൽ നിന്നും ആ ഹാർട്ട് ബീറ്റ്സ് വെൻട്രിക്കിൾസിലോട്ട് എത്താനായിട്ട് തടയുന്നത്, ബ്ലോക്ക് ആക്കുന്നത്, ഡിലേ ആക്കുന്നതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇഷീമിയ ഓഫ് AV നോട്ട്സ്, കംപ്രഷൻ ഓഫ് AV നോട്ട്, ഇൻഫ്ലമേഷൻ ഓഫ് AV നോട്ട്, നൺ. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇഷീമിയ ആണ് കേട്ടോ. എന്താണ് ഈ ടേം? ചിലപ്പോൾ ഇഷീമിയ എന്ന് പറയുന്ന ടേം നിങ്ങൾ ചിലപ്പോൾ ഫെമിലർ ആയിരിക്കും. എന്താണ് ഇഷീമിയ എന്ന് വെച്ചാൽ? ഇൻആഡ്യൂക്കേറ്റ് ബ്ലഡ് സപ്ലൈ കുറയുന്ന കണ്ടീഷൻ. ആ കണ്ടീഷനാണ് ഏതെന്ന് പറയുന്നത്? ഇഷീമിയ. അതായത് AV നോട്ട്സിലോട്ട് ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത് മൂലം എന്ത് സംഭവിക്കും? AV നോഡ് ബ്ലോക്ക് ആയപ്പെടും. SA നോഡിൽ നിന്നും SA നോഡ് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് SA നോഡിൽ നിന്നും AV നോഡിലെത്തി. AV നോഡ് ഇനി എന്ത് ചെയ്യണം? അതിനെ വെൻട്രിക്കിൾസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ AV നോഡ് വളരെ ആക്റ്റീവ് ആയിരിക്കണം. AV നോഡ് വളരെ ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ അവിടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നെസസറി ആയിട്ടുള്ള എന്ത് വേണം? ഓക്സിജൻ വേണം. ആ ഓക്സിജൻ കിട്ടാതെ വരുന്ന സമയത്താണ് എന്തുണ്ടാവുക? അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുക. ആ കണ്ടീഷൻ എന്തെന്ന് വിളിക്കും? ഇഷീമിയ ഓഫ് AV നോട്ട്സ് എന്ന് വിളിക്കും. ഓർത്തിരുന്നുള്ള കംപ്രഷൻ ഓഫ് AV നോഡ്, അല്ലെങ്കിൽ അതൊന്ന് കംപ്രസ്ഡ് ആയി പോകുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ AV നോഡിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടോ ഒന്നുമല്ല. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ കൂടിയും എന്ത് ചെയ്യും? ഇമ്പൾസസ് പാസ് ചെയ്യാം അല്ലേ. ഹയസ്റ്റ് റേറ്റിൽ പാസ് ചെയ്തില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും? പാസ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ റേറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു രീതിയിലും ഓറിക്കിൾസിൽ നിന്നുള്ള മെസ്സേജസിനെ വെൻട്രിക്കിൾസിലോട്ട് പാസ് ചെയ്യാതിരിക്കുന്നത് എന്താണ് കാരണം? AV നോഡിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ അല്ലെങ്കിൽ ബ്ലഡ് എത്തിച്ചേരാതിരിക്കുന്ന അവസ്ഥയാണ്. അടുത്ത കണ്ടീഷൻ, ദി വെൻട്രിക്കുലർ മസിൽസ് accept impulses directly from AV node, bundle of his, right and left bundle of branch, Purkinje system. അതിനകത്ത് ഓൾറെഡി എൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് കളയാനായിട്ട് വിട്ടുപോയി. ശരിക്കും വെൻട്രിക്കുലർ മസിൽസിന്, അതായത് ഇത് നമ്മുടെ ഹാർട്ടാണെങ്കിൽ ഇതാണ് വെൻട്രിക്കിൾസ്. ഈ വെൻട്രിക്കിൾസിൻ്റെ വാൾസിലെല്ലാം എത്തിച്ചേരണമെങ്കിൽ ഇവിടുന്ന് SA നോഡ് തുടങ്ങും, SA നോഡ് AV നോഡിലെത്തും, AV നോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിടത്ത് എത്തും. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? പർക്കിൻജി ഫൈബേഴ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദി വെൻട്രിക്കുലർ മസിൽസിന് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പൾസസ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ആര് വഴി എന്നായിരുന്നു? അത് പർക്കിൻജി സിസ്റ്റം വഴിയാണ് കേട്ടോ. പർക്കിൻജി സിസ്റ്റമാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഈ വെൻട്രിക്കിൾസിൻ്റെ എല്ലാ വാൾസിലും എന്തെത്തിക്കുന്നത്? ആൻഡ് ഇമ്പൾസസിനെ എത്തിക്കുന്നത്. A premature contraction is a contraction of heart before the time that normal contraction would have been expected. This condition is also called. The premature contraction
is a contraction of heart before the time that normal contraction would be expected. അതായത് നോർമൽ കോൺട്രാക്ഷൻ, അത് ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമുണ്ട് അല്ലേ. ഒരു സൈഗോട്ട് ഉണ്ടായി, പിന്നെ അതിനൊരു ഡിവിഷൻ ക്ലീവേജ് സംഭവിച്ച് ആദ്യം ബ്ലാസ്റ്റുലയായി, മോറുലയായി, പിന്നീടാണ് അതൊരു എംബ്രിയോ ആയിട്ട് മാറുന്നത്. ആ എംബ്രിയോ ആകുന്ന ഉടനെ തന്നെ ഹാർട്ട് ബീറ്റ് ആരംഭിക്കുമോ? ഇല്ല. ഹാർട്ട് ബീറ്റ് ആക്കണമെങ്കിൽ എംബ്രിയോളജിക്കൽ സ്റ്റേജിൻ്റെ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരു ട്രൈമസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാർട്ട് ബീറ്റ് ഒക്കെ നന്നായിട്ടുണ്ടാവുക കുഞ്ഞിന് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ഹാർട്ട് ബീറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പേ ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന, കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുന്ന കണ്ടീഷനെ എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്ടോപിക് ബീറ്റ്, എക്സ്ട്രാ സിസ്റ്റോൾ, പ്രീമച്വർ ബീറ്റ്, ഓൾ ഓഫ് ദി എബോവ്. ഇതിനകത്ത് എക്ടോപിക് എന്ന ടേം നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ചാൽ എന്താ? അതായത് ശരിക്കും ഇംപ്ലാന്റേഷൻ നടക്കേണ്ട സൈഡ് എന്ന് പറയുന്നത് യൂട്രസ് ആണ്. യൂട്രസിൽ നടക്കാതെ എന്ത് ചെയ്യാം, സൈഗോട്ട് ഉണ്ടായ സ്ഥലത്ത് തന്നെ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന, ഇല്ലെങ്കിൽ യൂട്രൈൻ വാൾസിലോ നോട്ട് യൂട്രൈൻ വാൾസ്, പകരം ഫലോപ്പിയൻ ട്യൂബ്യൂൾസിലോ അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലോ ഒക്കെ ഫോം ചെയ്യുക. അതർ ദാൻ യൂട്രസിലല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ വന്ന് ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മളതെന്ന് വിളിക്കുക എക്ടോപിക് ബീറ്റ് എന്ന് പറയുന്നത്. എക്ടോപിക് ബീറ്റ് എന്ന് പറയുന്നത് നോട്ട് എക്ടോപിക് ബീറ്റ്, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രീമച്വർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളോട് ചോദിച്ചത് എന്താ? അതായത് ഹാർട്ട് ബീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതിന് മുമ്പ് ഹാർട്ട് ബീറ്റ് ആരംഭിക്കുന്ന അവസ്ഥ, അതിന് പറയുന്ന പേരാണ് എക്ടോപിക് ബീറ്റ് എന്ന് പറയും. അതുപോലെ എക്സ്ട്രാ സിസ്റ്റോൾ എന്ന് പറയും, പ്രീമച്വർ ബീറ്റ് എന്ന് പറയും, ഓൾ ഓഫ് ദി അബോവ്. ഇന്നത്തെ ഏതാണ് കറക്റ്റ്? ഓൾ ഓഫ് ദി അബോവ് ആണ്. അപ്പോൾ ഓർത്തിനുള്ള premature heartbeat of a baby is called what? Ectopic beat, extra systole and premature beat. ഈ മൂന്ന് കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ പ്രീമച്വർ കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആയോ? അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി അതുകൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എക്ടോപിക് പ്രഗ്നൻസി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇംപ്ലാന്റേഷൻ ദാറ്റ് ഈസ് ഹാപ്പൻസ് അതർ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ അതർ ദാൻ ദി സൈറ്റ് ഓഫ് യൂട്രസ് ഈസ് കോൾഡ് എക്ടോപിക് പ്രഗ്നൻസി. The dash has a high voltage, Q wave, QRS wave, P wave, PR interval. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇതൊരു ECG യുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. എന്താണ് ECG എന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് എ ഹാർട്ട് ഈസ് കോൾഡ് വാട്ട്? ECG. ECG എന്ന് പറയുന്നതാണ്, ഇതൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ ECG എന്ന് പറയും. എന്തെന്നാ പറയുക? ECG എന്ന് പറയും. ഈ ECGക്ക് പ്രധാനമായിട്ട് 3 വേവുകൾ ഉണ്ടെന്നേ നമ്മൾ പറയുള്ളൂ. 3 അല്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് 3 വേവുകൾ ഉണ്ടെന്ന് പഠിക്കാം. ഫസ്റ്റ് വേവ് എന്തെന്നറിയപ്പെടും? P വേവ് എന്നറിയപ്പെടും. സെക്കൻഡ് വേവ് ദാറ്റ് ഇസ് QRS വേവ്. ദിസ് ഇസ് QRS വേവ്. ആൻഡ് ദി നെക്സ്റ്റ് വേവ് ദാറ്റ് ഇസ് S വേവ്. ദാറ്റ് ഇസ് T വേവ്. QRS T വേവ്. ഇങ്ങനെ 3 വേവ്സുകളാണുള്ളത്. ആദ്യത്തെ വേവ്സ് P, QRS കോംപ്ലക്സ് ആൻഡ് T വേവ്സ്. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൈ വോൾട്ടേജ് വേവ് ഏതെന്നാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നും ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓർത്തിരുന്നോണം, ECGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര വേവ്സ് ഉണ്ട്? P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ്സ്. ഇതിനകത്ത് ഓരോ വേവ്സിന് QRS കോംപ്ലക്സിന് പിന്നെയും നമുക്ക് പല വേവ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതൊന്നും വേണ്ട, നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാം. ഹൈ വോൾട്ടേജിൽ വരുന്ന വേവ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം ഏത് വേവാണ്. ദാറ്റ് ഇസ് QRS കോംപ്ലക്സ് ആണ്. ഒരു ECGയിൽ ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജിൽ വരുന്ന വേവ് ഏത് വേവാണ്? QRS വേവ്. ഇനി നമുക്ക് ECG നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിനകത്തെ P വേവ് എന്ന് പറയുന്നത് എന്താ? ഓറിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്. ഓറിക്കുലാർ അല്ലെങ്കിൽ ഓറിക്കുലാർ സിസ്റ്റോൾ എന്നോ ഡീപോളറൈസേഷൻ എന്നോ പറയും. ഓറിക്കുലാർ ഡീപോളറൈസേഷൻ. ദെൻ QRS എന്ന് പറയുന്നതോ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ventricular depolarization. T wave that is ventricular repolarization. ventricular repolarization. ഇതാണ് ഈ വേവ്സ് എന്ന് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും രീതിയിൽ പറയാം കേട്ടോ. ഓറിക്കുലാർ ഡീപോളറൈസേഷൻ ഓർ സിസ്റ്റോൾ ഓഫ് ഓറിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ. ഇങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് എന്ത് നടക്കുക? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ
നടക്കുക. അപ്പോൾ ഇ സി ജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് എ ഹാർട്ട് ഈസ് കോൾഡ് ഇ സി ജി. ദെൻ ഇ സി ജിയിൽ എത്ര വേവ്സ് ഉണ്ട്? 3 വേവ്സ് ഉണ്ട്. പി വേവ്സ്, ക്യു ആർ എസ് കോംപ്ലക്സ് ആൻഡ് ടി വേവ്സ്. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വേവ് എന്ന് പറയുന്നത് ക്യു ആർ എസ് വേവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. A technique for pumping the heart without opening the chest consists of an intermittent thrust of pressure on the chest wall along with the artificial respiration. This process is called what? അല്ലേ, പെട്ടെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് മയങ്ങി വീണു എന്ന് വിചാരിക്കുക. ഒന്നും പറയാതെ തളർന്നങ്ങ് വീണു. നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലേ. നമുക്ക് അയാൾക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. നമുക്ക് 2 രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് അയാൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാമല്ലോ, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാം. അങ്ങനെ അല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ CPR കൊടുക്കും. എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഈ 2 പ്രോസസ്സ് നൽകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹാർട്ടിനെ നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? SA നോഡിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് SA നോഡ് ഏതെങ്കിലും ഒരു കാരണവശാൽ നിന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് SA നോഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കുന്ന പ്രോസസ്സ്. അതിനകത്ത് ഏതെല്ലാമാണ് ആ പ്രോസസ്സ്? ഒന്ന് CPR, രണ്ടാമത്തത് ഡീഫൈബ്രിലേഷൻ, മൂന്നാമത്തത് ബോത്ത്, ഫോർത്ത് വൺ നൺ. ഇതിനകത്ത് ഏതാണ്? ഈ രണ്ട് പ്രോസസ്സുകളും എന്തിനു വേണ്ടിയിട്ടാണ്? SA നോഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് SA നോഡ് എന്ന് പറയുന്നത് ഒരു സെൽഫ് എക്സൈറ്റേറ്ററി ആണ് അല്ലേ. മറ്റൊരു എക്സ്റ്റേണൽ ഇമ്പൾസും ഇല്ലാതെ തന്നെ ആക്ട് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് അവയെ നമ്മൾ പേസ് മേക്കർ എന്ന് തന്നെ വിളിക്കുന്നത്. ആ പേസ് മേക്കർ ഏതെങ്കിലും ഒരു കാരണവശാൽ നിലച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അവയൊന്ന് സ്റ്റിമുലേറ്റ്, നമ്മളൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൊടുത്ത് എന്ത് ചെയ്യാൻ ശ്രമിക്കും? നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഈ 2 പ്രോസസ്സുകളും CPR കൊടുക്കുന്നത് വഴിയും അതുപോലെ തന്നെ ഡീഫിബ്രിലേഷൻ കൊടുക്കുന്നത് വഴിയും നമ്മൾ എന്താ ചെയ്യുന്നത്? SA നോഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഏതാണ് പ്രോസസ്സ്? ഈ 2 പ്രോസസ്സും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് ദി ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ 1 and 2 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായല്ലോ. എ ടെക്നിക് ഫോർ പമ്പിംഗ് the heart without opening the chest consists of intermittent thrust of pressure on the chest wall along with artificial respiration. This process is called what? അതായത് ചെസ്റ്റ് വാൾ ഒന്ന് ഓപ്പൺ ചെയ്യാതെ തന്നെ ഹാർട്ട് മസിൽസിന് ഒരു പ്രഷർ നൽകിക്കൊണ്ട് നിന്നുപോയ ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്. അതാണ് ചോദ്യം. ബോത്ത് A and B are correct. അടുത്തത്, the heart rate usually increases about dash beats per minute for each degree of Fahrenheit increases in our body. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഫാരൻഹീറ്റിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. 10, 40, 30, 20 10 ടൈംസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം? കൂടിക്കൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ദ ഹാർട്ട് ഈസ് കമ്പോസ്ഡ് ടൈപ്സ് ഓഫ് കാർഡിയാക് മസിൽസ്. ഹാർട്ടിൽ കാണപ്പെടുന്ന ഏതെല്ലാം തരത്തിലുള്ള കാർഡിയാക് മസിൽസ്? ഏട്രിയൽ മസിൽസ്, വെൻട്രിക്കുലർ മസിൽസ്, എക്സൈറ്റേറ്ററി ആൻഡ് കണ്ടക്റ്റീവ് മസിൽ ഫൈബേഴ്സ്, ഓൾ ഓഫ് ദി അബവ്. ഈ പറയുന്ന മസിൽസ്, അത് ഏട്രിയൽ മസിൽസ് ആയാലും വെൻട്രിക്കുലർ മസിൽസ് ആയാലും എക്സൈറ്റേറ്ററി ആൻഡ് കണ്ടക്റ്റിംഗ് മസിൽ ഫൈബേഴ്സ് ആയാലും ഇവയെല്ലാം എവിടെ കാണപ്പെടുന്നതാണ്? ഹാർട്ട് മസിൽസ്. ഇതിനകത്ത് അതാണ് എക്സൈറ്റേറ്ററി ആൻഡ് കണ്ടക്റ്റീവ് മസിൽ ഫൈബർ എന്ന് പറയുന്നത്. എക്സൈറ്റേറ്ററി, സെൽഫ് എക്സൈറ്റേറ്ററി എന്ന് പറയുന്നത് ഏത് മസിൽസ് ആയിരുന്നു? അല്ലെങ്കിൽ ഏത് ഫൈബർ ആയിരുന്നു? അത് SA നോഡാണ്. കണ്ടക്റ്റിംഗ് മസിൽ ഫൈബർ എന്ന് വെച്ചാലോ SA നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹീസ്, പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇവയെല്ലാം കണ്ടക്റ്റീവ് ഫൈബേഴ്സ് ആണ്. ഇവയെല്ലാം കൂടി ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹാർട്ട് എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. ഈ പറയുന്നവയെല്ലാം കൂടി ചേരുന്നതാണ് ഒരു കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതെല്ലാം സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ളതുണ്ടാവാം, അല്ലാത്തവ നമുക്ക് അധികം വലിയ പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന ചില ക്വസ്റ്റ്യൻസും ആവാം അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ റേഞ്ച് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്? ഈ ഡിസംബർ 20-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചു. ഞങ്ങളുടെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരെന്ത് ചെയ്യാം? ജോയിൻ ചെയ്യുക,
പഠിച്ചു തുടങ്ങാം. നമുക്കൊരു അനാട്ടമി ഫിസിയോളജി ചിലപ്പോൾ നിങ്ങളുടെ കാരണം സയൻസ് ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, അപ്ലൈ ചെയ്യാമായിരുന്നു അല്ലേ. നല്ലൊരു +2 ലെവലിൽ. പക്ഷേ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ബയോ സയൻസ് +2 പഠിച്ചവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പ്ലസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കൂടി വേണം അതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ ടൈം അനുസരിച്ച്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ക്ലാസ്സുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക്കും ഓരോ എക്സ്പെർട്സ് വെച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് ഈ ചാനലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് എന്താണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്നോ എങ്ങനെയാണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയല്ലേ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിച്ച് തുടങ്ങാം. ജോയിൻ ചെയ്യുക, പഠിക്കുക. Okay, bye. Thank you.